ഹായ് ഗൈസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ട്രാക്ക് പായുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത്, ക്രെഡൻഷ്യൽസ് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടും ഓപ്പൺ ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഒരു ഫസ്റ്റ് 10 സെക്കൻഡ്സ് പറയുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഒരു ബ്രൗസർ ഉണ്ടാവും. അത് ക്രോം ആയിരിക്കാം, അല്ലെങ്കിൽ മോക്സില്ല ഫയർഫോക്സ് ആയിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സിന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് URL സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പറയുന്നത് ടൈപ്പ് ചെയ്യാം. trackpy.org ഇതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. trackpy.org ടൈപ്പ് ചെയ്തതിനു ശേഷം സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി പോകുന്നത് പ്രീ റെക്കോർഡിംഗ് ട്രെയിനിങ് സെഷൻസ് പഠിക്കാൻ പറ്റുന്ന ഒരു സൈറ്റിലേക്കാണ്. പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് പഠിക്കാൻ പറ്റുന്ന സൈറ്റിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ നമുക്ക് വെൽക്കം എബ്രോഡ് ഫ്രീലാൻസർ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ അപ്പ്, ലോഗിൻ, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഐക്കൺസ് കാണും. ട്രാക്ക് പൈനെ പറ്റിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിലുള്ള ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ഐക്കൺ ചൂസ് ചെയ്താൽ പോകാൻ പറ്റും. ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ലിങ്ക്ഡിനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാക്ക് പായുടെ സോഷ്യൽ മീഡിയ പേജസ് കാണണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് സൈനപ്പാണ്. സൈനപ്പിനകത്ത് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID. വളരെ ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് നെയിം ഞാൻ കൊടുക്കുന്നത് കമ്പനിയുടെ പേര് തന്നെയാണ്. സെക്കൻഡ് നെയിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കൊടുക്കുന്നത്. ഈ ഫോൺ നമ്പറും മെയിൽ IDയും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കറൻ്റ്ലി ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ നമ്പറും മെയിൽ IDയും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്രെഡൻഷ്യൽസ് റിസീവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് മെയിൽ ID തെറ്റാണ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ. മാത്രമല്ല, നമ്മളെ മെയിൽ ID ഇൻബോക്സ് ഫുള്ളായിട്ട് ഇനി പുതിയൊരു മെസ്സേജ് റിസീവ് ചെയ്യാൻ പറ്റില്ല, പുതിയ മെയിൽ റിസീവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരിക്കരുത്. കാരണം നമുക്ക് അവിടെയും ബുദ്ധിമുട്ടുണ്ടാകും. ആക്റ്റീവ് ആണെങ്കിൽ പോലും പുതിയ മെയിലുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ക്രെഡൻഷ്യൽസ് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പം ഇങ്ങനൊരു മെസ്സേജ് വരും. താങ്ക് യു ഫോർ സൈനിങ് അപ്പ് വിത്ത് ട്രാക്ക് പൈ. പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ഇൻ 5 minutes ഫോർ യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പം ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 90% ആൾക്കാർക്കും അവരുടെ ക്രെഡൻഷ്യൽസ് ജനറേറ്റായി മെയിൽ IDയിലേക്ക് പോയിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മളെ സെർവർ ഡൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡൻഷ്യൽസ് കിട്ടാൻ കുറച്ചധികം ഡിലേ ഉണ്ടാവും. ഒരു മിനിമം 5 മിനിറ്റ്സും മാക്സിമം 1 ഹവറുമാണ് പറയുന്നത്. അപ്പോൾ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ മെയിൽ ID റിസീവ് ആവും. ഓക്കെ. അപ്പോൾ ആ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ക്ലിക്ക് മീ തന്നെയാണ് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ ഏതാണ്? ലോഗിൻ ഓപ്ഷനാണ് കേട്ടോ. അപ്പം ആ ലോഗിൻ ഓപ്ഷനിലേക്ക് യൂസ് ചെയ്യേണ്ട നമ്മളെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് മെയിൽ IDയിൽ വന്നിട്ടുണ്ടാവും. യുവർ ട്രാക്ക് പൈ ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ള പേരിലായിരിക്കും നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മളെ യൂസർ നെയിമും എന്തായിരിക്കും, നമ്മളെ മെയിൽ ID ആണ് നമ്മളെ യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മളെ യൂസർ നെയിം എടുക്കുകയാണ്, കോപ്പി ചെയ്യുന്നു, ലോഗിനിൽ പോയിട്ട് യൂസർ നെയിം ഇവിടെ കൊടുക്കുകയാണ്. പാസ്വേഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എറർ ഫ്രീ ആയിട്ട്, അതായത് തെറ്റുകളൊന്നും ഇല്ലാതെ പാസ്വേഡ് കിട്ടും. ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പം നിങ്ങളെ ചോയ്സാണ് കേട്ടോ. വെരിഫൈ ചെയ്യുകയാണ്. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഡാഷ്ബോർഡിലേക്ക് എത്തുന്നുണ്ടാവും കേട്ടോ. ഡാഷ്ബോർഡിൽ മൊത്തം 6 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കൊരു വാം വെൽക്കമിങ് ഒക്കെ ഇവർ തരുന്നുണ്ട്, ട്രാക്ക് പൈ തരുന്നുണ്ട്. വെൽക്കം ആര്യ, വി ഹോപ്പ് യുവർ ഡേയ്സ് ഗോയിങ് ഗ്രേറ്റ്, ചൂസ് ആൻ ഓപ്ഷൻ ബിലോ ടു പ്രൊസീഡ് എന്നൊക്കെ പറഞ്ഞൊരു വാം വെൽക്കമിങ് ഒക്കെ അവർ തരുന്നുണ്ട്. താഴെ നമുക്കൊരു 6 ഫീച്ചേഴ്സ് ഉണ്ടാവും. ഡിസ്കവർ എസ് ഓൺലൈൻ, അബൌട്ട് ട്രാക്ക് പൈ, കണക്ട് എസ്, മൈ കോഴ്സ്, FAQ, നീഡ് ഹെൽപ്പ്, ഇങ്ങനെ ഒരു 6 ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം.
ഡിസ്കവർ എസ് ഓൺലൈൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 4 സോഷ്യൽ മീഡിയ ഐക്കൺസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ അറിയാം, ട്രാക്ക് പൈനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ബാക്കിൽ പോകുമ്പം എബൌട്ട് ട്രാക്ക് പൈയിലേക്ക് പോകുമ്പം നമ്മൾ ഓപ്പൺ കമ്പനി PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒഫീഷ്യൽ PDF നിങ്ങൾക്ക് കിട്ടും. അതോ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കണക്റ്റേഴ്സ് ആണ്. കണക്റ്റേഴ്സിൽ അവിടെ നമ്മളൊരു ഒഫീഷ്യൽ മെയിൽ ID ഉണ്ട്, ഒഫീഷ്യൽ ഫോൺ നമ്പർ ഉണ്ട്. ഈ ഫോൺ നമ്പർ തന്നെയാണ് നമ്മൾ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറും. ദെൻ കമ്പനിയുടെ അഡ്രസ്സാണ് വരുന്നത്. അടുത്തത് മൈ കോഴ്സ് ആണ്. മൈ കോഴ്സിനെ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതിനെപ്പറ്റി പറയാം. ദെൻ FAQ ആണ്. കറൻ്റ്ലി ഈ പേജ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ നമ്മൾ വൺസ് ഇറ്റ് ഇസ് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി കസ്റ്റമേഴ്സും എംപ്ലോയീസും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചില ഡൗട്ട്സിനൊക്കെ ഉള്ള ആൻസേഴ്സ് ഇവിടെ നമുക്ക് റെഡിലി അവൈലബിളും ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നീഡ് ഹെൽപ്പാണ്. നീഡ് ഹെൽപ്പിൽ നിങ്ങൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും ട്രബിൾ വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നീഡ് ഹെൽപ്പ് സെഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് എന്താണ്, ഇമെയിൽ ID ഉണ്ട്, നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റേസ് ചെയ്യാം. ടിക്കറ്റ് റേസ് ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങളെ ഫുൾ നെയിം കൊടുക്കുക, കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക. അപ്പം പിന്നെ ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇത് കഴിയുമ്പോൾ നമ്മൾ നിങ്ങളെ ഈ ടിക്കറ്റിനുള്ളൊരു ആൻസർ അല്ലെങ്കിൽ നിങ്ങളെ എൻക്വയറിക്കുള്ള ആൻസർ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മൈ കോഴ്സിലാണ്. ഈ മൈ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണ് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിനകത്ത് സ്റ്റാർട്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ മൈ കോഴ്സ് എടുത്തു കഴിയുമ്പോൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇതിനകത്ത് സ്റ്റാർട്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ, അതായത് സ്റ്റാർട്ടിങ് ട്രെയിനിങ് സെഷൻ, എന്താണ് എൻ്റെ പേര്, ഇൻട്രൊഡക്ഷൻ ടു ട്രാക്ക് പൈ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വീഡിയോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, കൃത്യമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്, സ്പീഡ് കൂട്ടിയിട്ട് കാണരുത്. അതിൽ പറയുന്നത് മനസ്സിലാക്കി, നല്ലവണ്ണം മനസ്സിലാക്കി ലെക്ചർ നോട്ട് എഴുതിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് നമ്മൾ കമ്പനീനെ പറ്റി അറിയണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്പീഡ് കൂട്ടരുത്, ഫാസ്റ്റാക്കി കാണരുത്, സ്കിപ്പ് ചെയ്യരുത്. പകരം ക്ലാസ് നല്ലപോലെ കേട്ട്, ഈ വീഡിയോ നല്ലപോലെ കേട്ട് അതിന് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാർക്ക് യൂണിറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവിടെ അസസ്മെൻറ്റിലേക്ക് എത്തിക്കഴിയുമ്പം നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരും. ഈ ഒരു സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് സെഷൻസ് കണ്ടു കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നത്. അതായത് ഈ നെക്സ്റ്റ് അസസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും. ആ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് കാണുക. അതിൻ്റെ മാർക്ക് യൂണിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അസസ്മെൻറ്റ് വീണ്ടും ഉണ്ടാവും. അതൊരു സൈക്കിൾ പോലെ ഒരു 3 വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം സ്റ്റാർട്ട് അസസ്മെൻറ്റ് കൊടുക്കുക. സ്റ്റാർട്ട് അസസ്മെൻറ്റ് കൊടുക്കുമ്പം ഇവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 ഓപ്ഷൻസ് ഉണ്ട് എല്ലാത്തിനും. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നിങ്ങളായിട്ട് ചെയ്യേണ്ടതാണ് ഓരോ MCQ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് അസസ്മെൻറ്റ് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസസ്മെൻറ്റ് എടുക്കുക, അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെയും വീഡിയോ വരും, അതിൻ്റെ അസസ്മെൻറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് മാർക്ക് ചെയ്യുക. ഓരോ യൂണിറ്റിനും ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം എല്ലാം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകാൻ പറ്റൂ, അതായത് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പം തെറ്റുകൾ വരുത്താതെ ആൻസർ ചെയ്യാൻ നോക്കുക. ഒരു തെറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല.
സബ്മിറ്റ് അസസ്മെൻറ്റിൽ നമ്മൾ പ്രസ് ചെയ്താൽ പോലും അസസ്മെൻറ്റ് സബ്മിറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ തെറ്റിയത് എവിടെയാണെന്ന് നോക്കിയിട്ട് റീടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ആൻസർ കറക്റ്റ് ആക്കുക. കാരണം നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതിയ സ്ഥിതിക്ക് നമുക്ക് അറിയുണ്ടാവും കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഓരോ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ അസസ്മെൻറ്റ് എടുക്കേണ്ടി വരും. അസസ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്നുള്ളതിനെ പറ്റിയിട്ട്, നിങ്ങൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയും കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഇല്ല. എവിടെയെങ്കിലും കൺഫ്യൂസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നീഡ് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ എൻക്വയറി റേസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പം താങ്ക് യു. ഹാപ്പി ലേണിംഗ് ഗൈസ്.